കളിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ ഒളിവിലുള്ള സുനിൽകുമാറിന്റെ കാർ കന്യാകുമാരി കുലശേഖരത്ത് കണ്ടെത്തി. ഉപേക്ഷിച്ച നിലയിലാണ് കാർ കണ്ടെത്തിയത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ സുനിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ കാർ അവിടെ ഉപേക്ഷിച്ച് പോകാനിടയായ സാഹചര്യം എന്താണ്? പോലീസ് എന്താണ് അറിയിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, ഈ 2 ദിവസമായി പോലീസ് ഈ സുനിൽകുമാറിന്റെ പുറകിലാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 4 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് സുനിൽകുമാറിന് വേണ്ടി തമിഴ്നാട് പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായി തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ സുനിൽകുമാറിനെ ഇതുവരെയ്ക്കും ആയിട്ടില്ലായിരുന്നു. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഇയാളുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കന്യാകുമാരിക്കടുത്തുള്ള കുലശേഖരം എന്ന സ്ഥലത്ത് റോഡ് വശത്ത് ഉപേക്ഷിച്ച നിലയിൽ സുനിൽകുമാറിന്റെ കാർ പോലീസ് കണ്ടെത്തുന്നത്. ഈ കാർ ഇപ്പോൾ തക്കല ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുനിൽകുമാർ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് ഇതോടെ പോലീസ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സുനിൽകുമാറിനെ തേടി ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അജീഷ്, ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിക്ക് എത്തിച്ചു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഈ സുനിൽകുമാറിന് ഇതിനുള്ള റോൾ എന്താണ് എന്നത് സംബന്ധിച്ച് പ്രതി കാര്യമായിട്ടൊന്നും അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ, അല്ലേ? വിജയകുമാർ, ഈ 1-ാം പ്രതി, അതായത് ഈ അമ്പിളി എന്ന സജികുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് സജികുമാർ പറഞ്ഞത് തനിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും മാസ്കും അടക്കം നൽകിയത് ഈ സുനിൽകുമാർ എന്നാണ്. പക്ഷേ ഈ സുനിൽകുമാറിന്റെ സുഹൃത്തായ പ്രദീപ് ചന്ദ്രനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായത് നേരത്തെ തന്നെ, അതായത് 1 മാസങ്ങൾക്ക് മുൻപേ തന്നെ ഒരു മദ്യപാന സദസ്സിനിടയിൽ വെച്ച് ഈ അമ്പിളി താൻ ഒരാളെ കൊല്ലാൻ പോകുന്നു എന്ന വിവരം ഇവർ 3 പേരോടും പറഞ്ഞിരുന്നുവെന്നാണ്. അതിനനുസരിച്ച് ഈ 24-ാം തീയതി കളിയിക്കാവിളയിലേക്ക് അമ്പിളിയെ ഡ്രോപ്പ് ചെയ്തത്, കാറിൽ കൊണ്ട് ഇറക്കി വിട്ടത് ഈ പ്രദീപ് ചന്ദ്രനും ഈ സുനിൽകുമാറുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമായ പങ്ക്, അതായത് ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഈ സുനിൽകുമാറിനാണ്. കാരണം ഇയാൾക്ക് മുൻകൂട്ടി ഈ ദീപുവിനെ കൊല്ലാൻ പോകുന്ന വിവരം അറിയാമായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. യെസ്, ഒളിവിലുള്ള സുനിൽകുമാറിന്റെ കാറ് ഉപേക്ഷിച്ച നിലയിലാണ് കന്യാകുമാരി കുലശേഖരത്ത് കണ്ടെത്തിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. ഗൂഢാലോചനയിൽ പങ്കുണ്ട് ഒളിവിലുള്ള സുനിൽകുമാറിനെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്.